2010 ഡിസംബർ 17 ബാംഗ്ലൂരിലെ JP നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടു. 29 വയസ്സുള്ള പായൽ സുരേഖയാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെങ്കിലും ജയിലിൽ വെച്ച് പ്രതി പായലിന്റെ പാരന്റ്സിന് ഒരു കത്തെഴുതി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ കത്തിലുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് പായലിന്റെ പാരന്റ്സ് കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവ് പ്രകാരം കേസ് CBIക്ക് വിടുകയും ചെയ്തു. പിന്നീട് CBI ആണ് ഈ കേസിലെ കുരുക്കഴിച്ചത്. എന്താണ് 29 വയസ്സുള്ള പായൽ സുരേഖയ്ക്ക് സംഭവിച്ചത്? കേസ് CBIക്ക് വിടാൻ മാത്രം എന്താണ് ആ കത്തിലുണ്ടായിരുന്നത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. അസം സ്വദേശിനിയായ പായൽ സുരേഖ പഠനാവശ്യത്തിനായി 2005 ബാംഗ്ലൂരിലെത്തിയത്. ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ അവൾ MSc ബയോടെക്നോളജിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. അതേ കോളേജിൽ തന്നെയായിരുന്നു ഒഡീഷ സ്വദേശിയായ ആനന്ദ് മിശ്രയും പഠിച്ചിരുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇരുവരും നല്ല സുഹൃത്തുക്കളാവുകയും പിന്നീട് അടുപ്പത്തിലാവുകയും ചെയ്തു. ഈ അടുപ്പത്തെക്കുറിച്ച് ഇരുവരും അവരുടെ വീട്ടുകാരെ അറിയിച്ചെങ്കിലും രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്നും എതിർപ്പുണ്ടായി. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് 2008 ആനന്ദ് മിശ്രയും പായൽ സുരേഖയും രജിസ്റ്റർ മാരേജ് ചെയ്യുകയും ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്ത് ഒരുമിച്ച് താമസിക്കുവാനും തുടങ്ങി. കുറച്ചുകാലം അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ ആനന്ദ് പായലുമായി ഒഡീഷയിലെത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കുകയും ചെയ്തു. ഒഡീഷയിലെ കട്ടക്കിലാണ് ആനന്ദിന്റെ വീട്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആദ്യമെല്ലാം അവർ പായലിനോട് ഇഷ്ടക്കേട് കാണിച്ചിരുന്നുവെങ്കിലും കുറച്ചു ദിവസങ്ങൾ അവൾ ആ വീട്ടിൽ താമസിക്കുമ്പോഴേക്കും അവർക്ക് പായലിന് ഇഷ്ടമായി. അത്രയ്ക്ക് നല്ല സ്വഭാവത്തിനുടമയായിരുന്നു പായൽ. എന്നാൽ പായലിന്റെ പാരന്റ്സ് ആനന്ദ് മിശ്രയെ അവരുടെ വീട്ടിലേക്ക് അടുപ്പിച്ചതേയില്ല. ഇതൊന്നും കാര്യമാക്കിയെടുക്കാതെ ആനന്ദും പായലും ഒഡീഷയിൽ ഒരു പുതുജീവിതം ആരംഭിച്ചു. ഇരുവരും പഠനം പൂർത്തിയാക്കി ഇറങ്ങിയതേയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടാൾക്കും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് ആനന്ദ് മിശ്ര കട്ടക്കിൽ ഒരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചത്. ആ സംരംഭം വിജയിച്ചതോടെ ആനന്ദിന്റെ ജിമ്മിൽ നിന്നും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ലഭിച്ചു തുടങ്ങി. എന്നിരുന്നാലും രണ്ടുപേർക്കും ജോലിയില്ലാതെ അധികനാൾ മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പായലും ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി. കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ പായലിനും ജോലി ലഭിച്ചു. എന്നാൽ അവൾക്ക് ബാംഗ്ലൂരിലാണ് ജോലി ലഭിച്ചത്. നല്ല സാലറിയുള്ള ജോബായതുകൊണ്ട് തന്നെ പായൽ ആ അവസരം പാഴാക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റുകയും ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു. ആനന്ദ് മിശ്ര ജിമ്മ് നോക്കി നടത്തി ഒഡീഷയിൽ തന്നെ തുടർന്നു. വിവാഹം കഴിഞ്ഞിട്ടും പിരിഞ്ഞു താമസിക്കേണ്ടി വരുന്നതിൽ ഇരുവർക്കും വിഷമമുണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തിക സ്ഥിതിയൊന്ന് മെച്ചമാവുന്നതുവരെ അവർ കാത്തിരുന്നു. കട്ടക്കിലെ ജിം നല്ല രീതിയിൽ പോയി തുടങ്ങിയതോടെ ആനന്ദ് ജിമ്മ് നോക്കി നടത്താനായി ഒരു ട്രെയിനറിനെ നിയമിക്കുകയും ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റി ബാംഗ്ലൂരിൽ പുതിയൊരു ജിം തുടങ്ങുകയും ചെയ്തു. നിലവിൽ ആനന്ദ് മിശ്രയും പായലും ബാംഗ്ലൂരിൽ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ആനന്ദിന് ഇടയ്ക്കിടെ ഒഡീഷയിലേക്ക് പോവേണ്ടതായി വരും. കാരണം തുടക്കത്തിൽ 2 ജിമ്മും നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിലും ആനന്ദ് മിശ്രയുടെ അഭാവം കാരണം ഒഡീഷയിലെ ജിമ്മിൽ പല സാമ്പത്തിക ക്രമക്കേടുകളും നടക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് ഒരു ജിം ട്രെയിനറിനെ പിരിച്ചുവിട്ട് പുതിയൊരാളെ നിയമിക്കേണ്ട സാഹചര്യമെല്ലാം വന്നു. ഇതോടെയാണ് ആനന്ദ് മിശ്ര ഇടയ്ക്കിടെ ഒഡീഷയിലേക്ക് പോയി അവിടെ കുറച്ചു ദിവസം താമസിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ തുടങ്ങിയത്. ഇത്തരം സാഹചര്യങ്ങളിൽ ബാംഗ്ലൂരിൽ പായൽ തനിച്ചേ ഉണ്ടാവാറുള്ളൂ. ജോലി കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ അവൾ ബാംഗ്ലൂരിലെ ജിം മാനേജ് ചെയ്ത് ആനന്ദിനെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. 2010 ഡിസംബർ 16 ആനന്ദ് മിശ്ര ബാംഗ്ലൂരിൽ നിന്നും ഒഡീഷയിലെത്തി. അടുത്ത ദിവസം, അതായത് ഡിസംബർ 17 രാവിലെ ഒരു 11 മണിയായി കാണും. അദ്ദേഹം പായലിന്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് കരുതി ആനന്ദ് ആദ്യം അത് കാര്യമാക്കിയെടുത്തില്ല. പക്ഷേ പായൽ തിരിച്ചു വിളിക്കുന്നതേയില്ല. ഇതോടെ ആനന്ദ് അവളുടെ ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ചു നോക്കി. ഒരു റെസ്പോൺസുമില്ല. പായലിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആകുന്നതുവരെ അദ്ദേഹം കോൾ ചെയ്യുന്നത് തുടർന്നു. തന്റെ ഭാര്യയ്ക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് ആനന്ദിന് തോന്നി തുടങ്ങി. ഇതോടെ അദ്ദേഹം ഹൗസ് ഓണറിനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഹൗസ് ഓണർ നേരിട്ട് ചെന്ന് നോക്കിയ സമയത്ത് ആ വീടിന്റെ ഫ്രണ്ട് ഡോർ പുറമേ നിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്ത് ചെന്ന് നോക്കിയതോടെയാണ് അദ്ദേഹം ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്.
ദേഹമാസകലം വെട്ടേറ്റ നിലയിൽ പായൽ സുരേഖ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ഭയന്നു വിറച്ച ഹൗസ് ഓണർ ആനന്ദ് മിശ്രയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതോടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആനന്ദ് മിശ്ര JP നഗർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞതും പോലീസ് ക്രൈം സീനിലെത്തി പരിശോധന നടത്തിയതും. JP നഗർ പോലീസ് ഇൻസ്പെക്ടറായ SK ഉമേഷിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. അദ്ദേഹവും ടീമും ക്രൈം സീൻ വിശദമായി പരിശോധിച്ച് തെളിവുകൾ ഓരോന്നായി കളക്ട് ചെയ്തു തുടങ്ങി. ആ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് ബെഡ്റൂം കബോർഡുകളെല്ലാം തുറന്നു കിടക്കുന്നു. അതിനകത്തെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നു. ഇതിൽ നിന്നും മോഷണമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്നും മുൻപരിചയമുള്ള ആരോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നും പോലീസ് ഊഹിച്ചു. കാരണം ആ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പായൽ സ്വമേധയാ ഡോർ തുറന്നു കൊടുത്തതുകൊണ്ടായിരിക്കണം കില്ലർ അകത്ത് കയറിയത്. അതുമാത്രമല്ല, പായലിന്റെ ദേഹത്ത് 20-ൽ കൂടുതൽ മുറിവുകളാണ് കണ്ടെത്തിയത്. ഓവർ കില്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഓവർ കില്ലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് മറ്റൊരാളെ കൊലപ്പെടുത്തേണ്ട സാഹചര്യം വരുമ്പോൾ അയാളെ കത്തികൊണ്ട് കുത്തുകയാണെങ്കിൽ 5-6 തവണ കുത്തുമായിരിക്കും. ഇനി പിസ്റ്റൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു കൊല്ലുകയാണെങ്കിൽ 2-3 തവണ ഷൂട്ട് ചെയ്യുമായിരിക്കും. എന്നാൽ വ്യക്തിവൈരാഗ്യമുള്ള ഒരാളെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അയാളുടെ ദേഷ്യം തീരുന്നതുവരെ കത്തികൊണ്ട് കുത്തുകയോ പിസ്റ്റൾ കൊണ്ട് ഷൂട്ട് ചെയ്യുകയോ ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ വിക്ടിമിന്റെ ദേഹത്ത് പരുക്കുകൾ കൂടുതലായിരിക്കും. ഇതിനെയാണ് ഓവർ കില്ലിംഗ് എന്ന് പറയുന്നത്. പായലിന്റെ ദേഹത്ത് 23 സ്ഥലത്താണ് കത്തികൊണ്ടുള്ള കുത്തേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളോട് വൈരാഗ്യമുള്ള ഒരാളാണ് കില്ലർ എന്നും കൊലപാതകത്തിന് ശേഷം കില്ലർ ആ വീട്ടിൽ നിന്നും എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുമുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചത്. ഫോറൻസിക് ടീം ക്രൈം സീനിൽ നടത്തിയ പരിശോധനയിൽ കില്ലറിനെതിരായ നിരവധി തെളിവുകളാണ് ലഭിച്ചത്. കില്ലറിന്റേതാണെന്ന് കരുതുന്ന ഹെയർ സാമ്പിൾ, ബ്ലഡ് സ്റ്റെയിൻസ്, ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഫോറൻസിക് ടീം കണ്ടെത്തി. ഇതിൽ നിന്നും ഒരു പ്രൊഫഷണൽ കില്ലറല്ല കൊലപാതകം നടത്തിയത് എന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും തെളിവുകൾ ക്രൈം സീനിൽ നിന്നും ലഭിക്കുമായിരുന്നില്ല. ഇതോടെ ബാംഗ്ലൂരിലുള്ള പായൽ സുരേഖയുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ് എന്നു തുടങ്ങി എല്ലാവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ അതിലാർക്കും പായലിനോട് ശത്രുതയുണ്ടായിരുന്നില്ല. അവൾക്ക് മറ്റു ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നും അവർക്കാർക്കും അറിവുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഒഡീഷയിൽ നിന്നും ആനന്ദ് മിശ്രയും അദ്ദേഹത്തിന്റെ പാരന്റ്സും അതുപോലെ ആസാമിൽ നിന്നും പായലിന്റെ പാരന്റ്സും ബാംഗ്ലൂരിലെത്തിയത്. കൊലപാതകം നടന്നതിന്റെ തലേ ദിവസമാണ് ആനന്ദ് മിശ്ര ഒഡീഷയിലേക്ക് പോയത് എന്നുള്ളതുകൊണ്ട് തന്നെ അയാളെ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു. ഭാര്യയെ കൊന്നതിനു ശേഷമാണോ ആനന്ദ് മിശ്ര ഒഡീഷയിലേക്ക് പോയത് എന്നതായിരുന്നു പ്രധാന സംശയം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനുശേഷമുള്ള ഫോറൻസിക് റിപ്പോർട്ടും പുറത്തു വരുന്നതുവരെ മാത്രമേ പോലീസുകാരുടെ സംശയത്തിന് ആയുസുണ്ടായിരുന്നുള്ളൂ. ഡിസംബർ 17 രാവിലെ 9 മണിയോടടുത്താണ് പായലിന്റെ മരണം നടന്നിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സമയത്ത് ആനന്ദ് മിശ്ര ഒഡീഷയിലായിരുന്നു എന്നതിന് തെളിവുകളുമുണ്ട്. അതുപോലെ തന്നെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച കില്ലറിന്റെ ഫിംഗർ പ്രിന്റോ ബ്ലഡ് സാമ്പിളോ ഒന്നും ആനന്ദ് മിശ്രയുടേതുമായി മാച്ച് ആയില്ല. അതുപോലെ പായൽ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ വാച്ച്മാൻ നൽകിയ മൊഴിയും കേസിൽ നിർണായകമായി. ഡിസംബർ 17 രാവിലെ 9 മണിക്ക് മുൻപായി പായലിനെ അന്വേഷിച്ച് ഒരാൾ വന്നിരുന്നു എന്നും അത് ആനന്ദ് മിശ്രയല്ല എന്നുമാണ് വാച്ച്മാൻ പറഞ്ഞത്. ഇതോടെ ആനന്ദ് മിശ്രയല്ല ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് ഉറപ്പായി. പായലിനോട് ആർക്കെങ്കിലും ശത്രുതയുള്ളതായി അറിയുമോ എന്ന് പോലീസ് ആനന്ദ് മിശ്രയോട് ചോദിച്ചു. ഈ സമയത്താണ് മാസങ്ങൾക്ക് മുൻപ് ഒഡീഷയിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുത്തത്. അന്ന് ഒഡീഷയിൽ ആനന്ദ് മിശ്ര നടത്തി വന്നിരുന്ന ജിമ്മിൽ ട്രെയിനറായി ജെയിംസ് കുമാർ റേ എന്നൊരു വ്യക്തി ജോലി ചെയ്തിരുന്നു. എന്നാൽ ജിമ്മിലെ നിരവധി ഫീമെയിൽ ക്ലയൻസ് ജെയിംസിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നു. ട്രെയിനിങ്ങിന്റെ പേരിൽ ജെയിംസ് തങ്ങളെ മോശമായ രീതിയിൽ സ്പർശിക്കുന്നു എന്നതായിരുന്നു പ്രധാന പരാതി. അതുപോലെ ജെയിംസ് ജിമ്മിൽ നടത്തിയ ചില സാമ്പത്തിക ക്രമക്കേടുകൾ പായൽ കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ ജെയിംസിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അതിന് മുൻകൈയെടുത്തത് പായലാണ്. ഒരുപക്ഷെ അതിന്റെ ശത്രുതയിൽ ജെയിംസ് ഈ കൊലപാതകം നടത്തിയിരിക്കുമോ എന്നതായിരുന്നു ആനന്ദിന്റെ സംശയം. എന്നാൽ ഈ ഒരു കാര്യത്തിനു വേണ്ടി ഒരാൾ ഒഡീഷയിൽ നിന്നും ബാംഗ്ലൂരിലെത്തി ഇങ്ങനെയൊരു കൊലപാതകം നടത്താൻ സാധ്യതയില്ല എന്നാണ് പോലീസ് ചിന്തിച്ചത്. ആനന്ദ് മിശ്ര ജെയിംസിനെ സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 11 ജെയിംസ് ബാംഗ്ലൂരിലെത്തിയിരുന്നു. ഒഡീഷയിലെ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം ജെയിംസ് അയാളുടെ കുടുംബവുമായി ഹൈദരാബാദിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ പിന്നീട് നല്ലൊരു ജോലി അവന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ബാംഗ്ലൂരിലുള്ള ആനന്ദ് മിശ്രയെയും പായലിനെയും കണ്ട് മാപ്പ് പറഞ്ഞ് ജിമ്മിൽ ജോലിക്ക് തിരികെ കയറാൻ ജെയിംസ് ശ്രമം നടത്തിയത്.
ഇതിനായി ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഭവാനി ശങ്കർ എന്ന വ്യക്തിയെ ജെയിംസ് കോൺടാക്ട് ചെയ്തു. ജെയിംസിന്റെയും ആനന്ദ് മിശ്രയുടെയും കോമൺ സുഹൃത്തായ ഭവാനി ശങ്കർ കുടുംബസമേതം ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി ഭവാനി ശങ്കർ മീഡിയേറ്ററായി നിൽക്കാമെന്ന് പറഞ്ഞതോടെ ഡിസംബർ 11 ജെയിംസ് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലെത്തി. ശേഷം ജെയിംസും ഭവാനി ശങ്കറും ചേർന്ന് പായലിന്റെ അപ്പാർട്ട്മെന്റിലെത്തി. അന്നവിടെ ആനന്ദ് മിശ്രയും ഉണ്ടായിരുന്നു. എന്നാൽ ജെയിംസിനെ കൊണ്ടുവന്നതിന് ഭവാനി ശങ്കറിനെ പായൽ വഴക്ക് പറഞ്ഞു എന്ന് മാത്രമല്ല, ജെയിംസിനെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറ്റുക പോലും ചെയ്തില്ല. ഒരുപക്ഷെ അതിന്റെ ദേഷ്യം അവനുണ്ടാവുമെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ആനന്ദ് മിശ്ര ജെയിംസിനെ സംശയിച്ചത്. ഇത് കേട്ടതോടെ JP നഗർ പോലീസിനും ജെയിംസിനെ സംശയമായി. ഇതോടെ കൊലപാതക ദിവസം ജെയിംസിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായി സൈബർ ടീമിനെ പോലീസ് ചുമതലപ്പെടുത്തി. ഡിസംബർ 16 രാത്രി ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലെത്തിയ ജെയിംസ് ഡിസംബർ 17 JP നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നുവെന്നും പായലിന്റെ അപ്പാർട്ട്മെന്റിനടുത്തുള്ള മൊബൈൽ ടവറിൽ നിന്നും ജെയിംസിന്റെ ഫോണിലേക്ക് സിഗ്നലുകൾ പോയിട്ടുണ്ട് എന്നും സൈബർ ടീം കണ്ടെത്തി. അതായത് കൊലപാതകം നടന്ന ദിവസം ക്രൈം സീനിനടുത്തായി പായലിനോട് ശത്രുതയുള്ള ഒരാൾ എത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എത്രയും പെട്ടെന്ന് ജെയിംസ് റേയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. നിലവിൽ ജെയിംസിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് വിജയവാഡയാണ്. ഡിസംബർ 22 വിജയവാഡയിൽ വെച്ച് ജെയിംസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പോലീസ് അവനെ ബാംഗ്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്തുവെങ്കിലും ഈ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന മൊഴിയിൽ ജെയിംസ് ഉറച്ചുനിന്നു. എന്നാൽ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഫോറൻസിക് എവിഡൻസുകളെല്ലാം ജെയിംസിനെതിരായി. ഫിംഗർ പ്രിന്റ്സും ബ്ലഡ് സാമ്പിളിൽ നിന്നും കണ്ടെത്തിയ DNA-യുമെല്ലാം ജെയിംസിന്റെയുമായി മാച്ചായതോടെ കില്ലർ ജെയിംസ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതോടെ കേസ് കോടതിയിലെത്തി. ജെയിംസ് വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയവേ പായലിന്റെ അച്ഛനായ ദീൻ ദയാലിന് ഒരു കത്തെഴുതി. പോലീസ് തന്നെ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണെന്നും യഥാർത്ഥ കില്ലർ നിങ്ങളുടെ മരുമകനായ ആനന്ദ് മിശ്രയാണ് എന്നും ആനന്ദിന്റെ പാരന്റ്സിന് ഒഡീഷയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ളതിനാൽ സ്വാധീനം ചെലുത്തി അവർ ഈ കൊലപാതകം എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് എന്നും പറഞ്ഞാണ് ജെയിംസ് കത്തെഴുതിയത്. ഓൾറെഡി ആനന്ദ് മിശ്രയെ ഇഷ്ടമല്ലാതിരുന്ന പായലിന്റെ പാരന്റ്സ് ആ കത്തിലെ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 2011 പായലിന്റെ പാരന്റ്സ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് CBIക്ക് വിടണമെന്നായിരുന്നു അവരുടെ ആവശ്യം. തുടക്കത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ നിർദ്ദേശം നൽകിയ ഹൈക്കോടതി നവംബർ മാസത്തോടെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ കേസ് അന്വേഷിച്ചിരുന്ന JP നഗർ പോലീസ് ഇൻസ്പെക്ടറായ SK ഉമേഷിനെയാണ് CBI ആദ്യം ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് ആനന്ദ് മിശ്രയുടെ പാരന്റ്സുമായുള്ള ബന്ധത്തെക്കുറിച്ചും CBI അന്വേഷിച്ചു. ആനന്ദ് മിശ്രയുടെ അച്ഛൻ രുദ്രനാരായൺ മിശ്ര റിട്ടയർഡ് ACP ആണ്. അമ്മ ബസന്തി ദേവി റിട്ടയർഡ് DCPയും. ഒഡീഷയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇരുവരും. അതിനാൽ മകനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാവുമെന്നാണ് CBIയും വിശ്വസിച്ചിരുന്നത്. അന്വേഷണോദ്യോഗസ്ഥനായ ഉമേഷിന്റെ കോൾ ഹിസ്റ്ററി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ CBI വിശദമായി പരിശോധിച്ചുവെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ കൊലപാതകം നടന്ന ദിവസം ആനന്ദ് മിശ്ര ബാംഗ്ലൂരിലുള്ളതിന്റെ തെളിവും CBIക്ക് ലഭിച്ചില്ല. എന്നാൽ ജെയിംസ് റേക്കെതിരായ നിരവധി തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. ഇതോടെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് പോയിരിക്കുന്നത് എന്നും CBI കണ്ടെത്തി. കൂടാതെ ഈ കേസിൽ നിർണായകമായൊരു ഐ വിറ്റ്നസിനെ കണ്ടെത്തുന്നതിലും CBI വിജയിച്ചു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു മുനാവർ അലി. പായലിന്റെ നെയ്ബറായ മുനാവർ അലി കൊലപാതകം നടന്ന ദിവസം ജെയിംസിനെ പായലിന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ വെച്ച് കണ്ടു എന്ന് മൊഴി നൽകിയതോടെ ജെയിംസിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. CBIയും ജെയിംസിനെതിരെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നാണ് CBIയുടെയും കണ്ടെത്തൽ. ഈ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ പ്രതി ജെയിംസ് റേക്ക് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.